ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിൻ്റെ പിറ്റേ ദിവസം മുതൽ നമ്മൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന് പ്രഷർ കൊടുക്കുന്നതാണ്. നമ്മളിത് മുന്നോട്ട് വന്ന് സംസാരിക്കണം, ഇത് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് എന്നവരോട് പലവട്ടം പറഞ്ഞിട്ടും അതിനൊരു തീരുമാനമാകാതെ വരികയും ഇത് നമ്മളെ സംബന്ധിച്ച വിഷയമല്ല, ഇത് നമ്മൾ പ്രതികരിക്കേണ്ട എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് അവരുടെ ഭാഗത്തു നിന്ന് വരികയും ചെയ്തപ്പോഴാണ് നമ്മൾ ശക്തമായിട്ട് പ്രതികരിച്ചത്. അപ്പോൾ ഇവർ നിർമ്മാതാക്കളുടെ സംഘടനയുടെ ഭാഗമായിട്ട് ഒരു കത്ത് മുഖ്യമന്ത്രിക്ക് കൊടുക്കുകയുണ്ടായി. അത് നമ്മളോട് ആരോടും കൺസൾട്ട് ചെയ്യാതെ, നമ്മളോട് പറയണ്ട, നമ്മൾ സാധാരണ മെമ്പേഴ്സായ നമ്മളോട് പറയണ്ട, അറ്റ്ലീസ്റ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി ആയിട്ടെങ്കിലും ചർച്ച ചെയ്തിട്ട് വേണമായിരുന്നു അങ്ങനെ ഒരു കത്ത് മുഖ്യമന്ത്രിക്ക് അയക്കാനായിട്ട്. കാര്യം ഇത് നമ്മൾ ഓരോരുത്തരുടെയും അഭിപ്രായമായിട്ടാണ് അത് അവിടെ ചെല്ലുന്നത്. അപ്പോൾ അതൊരു വൺ സൈഡഡ് ആയിട്ടുള്ളൊരു പത്രക്കുറിപ്പായിട്ടാണ് നമുക്ക് എല്ലാവർക്കും ഫീൽ ചെയ്തത്. കൂടാതെ പല പത്രക്കുറിപ്പുകളും ഇറക്കുന്നതല്ലാതെ മുന്നോട്ട് വന്ന് സംസാരിക്കാനായിട്ട് നിർമ്മാതാക്കൾ ഭയപ്പെടുന്നു, സംഘടന ഭയപ്പെടുന്നു. അതിനെയാണ് നമ്മൾ ഈ കത്തിൽ വളരെ വ്യക്തമായിട്ടുള്ളത്. ഇപ്പോൾ നിവിൻ പോളിയുടെ ഇഷ്യൂ ആണ്, വളരെ പെട്ടെന്ന് സംഘടന പ്രതികരിച്ചു. ഈ താരസംഘടനയുടെ ഒരു പ്രവർത്തന സംഘടനയിൽ ഉണ്ടെന്ന് ഒരു വ്യംഗ്യം അതിൽ ഉണ്ട്, അങ്ങനെയുണ്ടോ? ഉറപ്പല്ലേ അതുകൊണ്ടല്ലേ ദിവസമായിട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നത് നമ്മളെ സംബന്ധിക്കുന്ന വിഷയമല്ല എന്ന് പറഞ്ഞ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ മാറി നിൽക്കുമ്പോഴും നിവിൻ പോളിയുടെ ഒരു വിഷയം വന്നപ്പോഴേക്കും മണിക്കൂറുകൾക്കകമാണ് പത്രക്കുറിപ്പ് നിർമ്മാതാക്കളുടെ സംഘടന. അപ്പോൾ അതിനർത്ഥം എന്ന് പറയുന്നത് താരങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു സംഘടനയാണ്, അതല്ലെങ്കിൽ അമ്മ എന്ന് പറയുന്ന അസോസിയേഷന്റെ ഉപസംഘടനയാണ് നിർമ്മാതാക്കളുടെ സംഘടന എന്ന് നമുക്കിപ്പം ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മളൊക്കെ ഒരുപാട് ആഗ്രഹിച്ചാണ് സിനിമ ചെയ്തതും നിർമ്മാതാവായതും നിർമ്മാതാക്കളുടെ സംഘടനയുടെ ഭാഗമായതും. 2 സിനിമകൾ ചെയ്തെങ്കിൽ മാത്രമേ നിർമ്മാതാക്കളുടെ സംഘടനയുടെ ഭാഗമാകാൻ പറ്റുള്ളൂ എന്നാണ് നമുക്കൊക്കെ കിട്ടിയിരുന്ന ഒരു ഇൻഫർമേഷൻ. 8 സിനിമകൾ എൻ്റെ സ്വന്തം പേരിൽ സെൻസർ ചെയ്യുകയും 2 സിനിമകളുടെ കോ പ്രൊഡ്യൂസറുമായി ആവുകയും ഒരു സിനിമ സ്വന്തമായിട്ട് നിർമ്മിക്കുകയും ചെയ്തിട്ട് പോലും കഴിഞ്ഞ പ്രാവശ്യത്തെ ഇലക്ഷന് എന്നോട് പറഞ്ഞത് ആകെ ഒരു സിനിമയെ എൻ്റെ പേരിൽ, എൻ്റെ ബാനറിൻ്റെ പേരിൽ ചെയ്തിട്ടുള്ളൂ എന്ന് പറഞ്ഞ് ഇലക്ഷന് നിർത്താതിരുന്നത്. അപ്പോൾ ഈ പറയുന്ന സംഘടനയിൽ ഓരോ അംഗങ്ങളും വരുന്നത് അവരൊരുപാട് ആഗ്രഹിച്ച് തന്നെ വരുന്നതാണ്. അത് ഇവിടെ നിന്ന് പോകാനായിട്ടല്ല, അത് കുറച്ചു പേരുടെ സ്വേച്ഛാധിപത്യം വെച്ചുകൊണ്ടിരിക്കേണ്ട ഒരു സംഘടനയുമല്ല നിർമ്മാതാക്കളുടെ സംഘടന. അത് ഞങ്ങളുടെ ഓരോരുത്തരുടെയുമാണ്. അവിടുന്ന് ഇവർ പിടിച്ചിരിക്കുന്ന പിടി വിടേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. കണ്ടെത്തലുകൾ എത്രമാത്രം വസ്തുതയുണ്ടെന്നാണ് താങ്കളുടെ അനുഭവം? 100% ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനോട് ഞാൻ യോജിക്കുകയാണ്. കാര്യം അതിൽ മൊഴി കൊടുത്തൊരു വ്യക്തി കൂടിയാണ് ഞാൻ. അത് ഓരോ സ്ത്രീ അവിടെ വന്ന് അങ്ങനെ ഒരു സ്പേസിൽ വന്ന് അവരുടെ വിഷമങ്ങൾ പറയുന്നത് ഇത് പുറത്ത് വരരുത് എന്ന് ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഭയന്നിട്ടാണ്, വേറെ ഒന്നും കൊണ്ടല്ല. ഈ പറയുന്ന പവർ ഗ്രൂപ്പിനെയും ഇവിടെ സിനിമയിൽ പ്രബലമായി നിൽക്കുന്ന ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ ഭയന്നിട്ടാണ് പുറത്തേക്ക് വന്ന് ഇത് പറയാനായിട്ട് പല സ്ത്രീകളും ഭയക്കുന്നത്. ഇനി ഇങ്ങനെ ഭയന്നിരുന്നിട്ട് കാര്യമില്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും വ്യക്തമായി. അതുകൊണ്ടാണ് മുന്നോട്ട് വരാനായിട്ട് തീരുമാനിച്ചത്. അപ്പോൾ ഈ കുറച്ചു പേരുടെ കൈകളിൽ മാത്രം ഇരിക്കേണ്ട ഒരു സിനിമയല്ല, ഇതിനകത്ത് നമ്മളെല്ലാവരും ഭാഗമാണ്. മാത്രമല്ല ഓരോ മലയാളിയും വരാൻ ആഗ്രഹിക്കുന്ന ഒരു സ്പേസാണ് മലയാള സിനിമ എന്ന് പറയുന്നത്. അവിടേക്ക് കുറച്ചും കൂടെ ഓപ്പൺ ആക്കണം സിനിമ. സ്ത്രീകൾക്കാണേലും പുരുഷന്മാർക്കാണേലും ഇത് കുറച്ചു പേരുടെ ഭാഗം ആയിട്ട് മാത്രം ഇരിക്കുകയും അവർക്ക് ഇഷ്ടമുള്ളവർക്ക് മാത്രം സിനിമയിൽ അഭിനയിക്കാൻ അവസരം കൊടുക്കുകയും അവർക്ക് മാത്രം സിനിമ നിർമ്മിക്കാൻ അവസരം കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത് തെറ്റായ പ്രവണതയാണ്. ഇതിന് അഗെയിൻസ്റ്റ് നമ്മൾ ഇനി പ്രതികരിക്കും. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഭാഗമായ അന്വേഷണത്തിൽ അതിന്റെ ഭാഗമായിരുന്നു അല്ലെ? ഹേമ കമ്മിറ്റിക്ക് മുമ്പിൽ പോയിരുന്നു, സാന്ദ്ര പോയിട്ടുണ്ടായിരുന്നു? ഞാൻ പോയിരുന്നു. ഒരു നിർമ്മാതാക്കളെ പ്രതിനിധീകരിച്ച് ഞാൻ പോയി അവിടെ പറയാനുള്ളത് അവിടെ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ എല്ലാവരും പറയുന്ന ലൈംഗിക ചൂഷണം മാത്രമാണ് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന എന്ന് പറയുമ്പോൾ തന്നെ ലൈംഗിക ചൂഷണം മാത്രമാണ് അതിനകത്ത് പറയുന്നത്. പക്ഷെ അതിൽ പറയുന്ന ഒരുപാട് വിഷയങ്ങൾ എവിടെയും ചർച്ച ചെയ്യപ്പെട്ട് കണ്ടില്ല. ഒരു പ്രോപ്പർ എഗ്രിമെന്റ് വേണമെന്ന് ഹേമ മാം പറയുന്നുണ്ട്. അതേപോലെ തന്നെ കാര്യം ഒരു എഗ്രിമെന്റും ഇവിടെ നടപ്പാക്കുന്നില്ല. നമ്മളിപ്പോൾ ഒരു എഗ്രിമെന്റ് ആയിട്ടൊരു നടന്റെ അടുത്തേക്ക് ചെന്നാൽ തന്നെ അവരതിൽ കറക്ഷൻസ് വരുത്തി ആണ് അതിന്റെ മുകളിൽ നമ്മളെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ചാണ് ഓരോ എഗ്രിമെന്റും ചെയ്യാറ്. അപ്പം അതിനൊക്കെ ഒരു മാറ്റം ഇവിടെ വരണം. ഇവിടെ അമ്മ സംഘടനയും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും കൂടെ അവർ തന്നെ ഇറക്കിയ എഗ്രിമെന്റ് തന്നെ ഇവിടെ നടപ്പാക്കപ്പെടുന്നില്ല. നടന്മാരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ചല്ല, നടിമാരുടെ ആക്ടേഴ്സിന്റെ ഇൻട്രസ്റ്റിനനുസരിച്ചാണ് ഇവിടെ നിർമ്മിക്കപ്പെടുന്നത്. അവരുടെ ടൈമിംഗ് ആണ് ഇവിടെ. ഇപ്പം സിനിമയിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും അറിയാൻ പറ്റും,
തൊഴിലാളികളായ ആളുകൾ വന്ന് 6 മണി മുതൽ സെറ്റിൽ വന്നിരിക്കുകയാണ്. നടന്മാർ സെറ്റിൽ വരുന്നത് 11 മണിയും 11:30 അതുവരെയും ഒരു ജോലി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുന്ന അവസ്ഥയാണ്. അപ്പം അതിനൊക്കെ ഒരു മാറ്റം ഇവിടെ വരണം. ഇവിടെ തീർച്ചയായിട്ടും ഈ പേടിച്ച് നിൽക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് ഒരു മാറ്റം വന്ന് എനിക്ക് പറയാനുള്ളത്, ഭയക്കാതെ എല്ലാവരും മുന്നോട്ട് വന്ന് അവരവരുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്യണം എന്നുള്ളതാണ് പറയാനുള്ളത്. നിർമ്മാതാവ് മലയാളത്തിലെ വളരെ പ്രധാനപ്പെട്ട നടന്മാരെയൊക്കെ വെച്ച് സിനിമ എടുത്ത ഒരാളാണ് ഇത് പറയുന്നതെന്നുള്ളൊരു, അപ്പോൾ അവർ അത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട നടന്മാരിൽ നിന്ന് പോലും ഈ തരത്തിലുള്ള ഉണ്ടാവുന്നുണ്ടെന്നുള്ളതാണ് താങ്കൾ പറയുന്നത്. തീർച്ചയായിട്ടും. പക്ഷേ എനിക്ക് ഏറ്റവും നല്ല അനുഭവം ഉണ്ടായിട്ടുള്ളത് ലാലേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്തപ്പോഴാണ്. നമ്മൾ 7 മണി എന്നൊരു സമയം പറഞ്ഞാൽ 6:55 ലാലേട്ടൻ സെറ്റിലെത്തുമായിരുന്നു. പക്ഷെ അത് ബാക്കിയുള്ള നടന്മാരിൽ നിന്ന് നമുക്കത് കിട്ടിയിട്ടില്ല. അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം വരണം. കാര്യം എല്ലാ മനുഷ്യരെയും മനുഷ്യരായിട്ട് കാണണം. ഈ മറ്റുള്ള സെറ്റിലുള്ള മറ്റു തൊഴിലാളികളെ മൈൻഡ് ചെയ്യാതിരിക്കുകയും അവരുടെ വർക്കിനെ റെസ്പെക്റ്റ് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് വളരെ മോശകരമായ ഒരു പ്രവണതയാണ്. ഇപ്പോൾ സെറ്റിലൊക്കെ ഇവർ ആക്ടേഴ്സ് സെറ്റിലുണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷെ അവിടെ അഭിനയിക്കുന്ന സ്ഥലത്ത് ഇവരെ കാണാനായിട്ട് പറ്റുന്നില്ല. കാരവൻസിൽ തന്നെയാണ് അവർ സമയം സ്പെൻഡ് ചെയ്യുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ കുറച്ച് പോയി വിളിച്ച് പലതായിട്ട് പോയി വിളിച്ച് 10-15 പ്രാവശ്യം വിളിച്ച് കഴിയുമ്പോഴാണ് ഓരോ നടന്മാരും കാരവനകത്തുനിന്ന് വെളിയിലേക്ക് വരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇപ്പം സ്ത്രീ നിർമ്മാതാക്കളെയൊക്കെ വിളിച്ചുകൂട്ടി ഒരു ചർച്ച ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് നിർമ്മാതാക്കളുടെ സംഘടനയിൽ ഈ കാരവൻ അസോസിയേഷനെ വിളിച്ചു വരുത്തി ഒരു ചർച്ച നടത്തിയിരുന്നു. അതിൽ വളരെ ഞെട്ടിപ്പിക്കുന്ന അനുഭവങ്ങളാണ് ഈ കാരവൻ അസോസിയേഷനിൽ നിന്ന് നിർമ്മാതാക്കളുടെ സംഘടനയ്ക്ക് അറിയാൻ സാധിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ഒരു വളരെ പ്രധാനപ്പെട്ട നടിയാണ് ഈ കാരവനിൽ നിന്നുണ്ടായ ഒരു മോശാനുഭവത്തെ കുറിച്ച് തുറന്നു പറഞ്ഞത്. അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള രീതിയിലാണോ ഈ കാരവൻ അസോസിയേഷൻ? ഉണ്ടായിട്ടുണ്ടാവാം. അതുപോലെ പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ കാരവൻസ് തന്നെ ഒരുപാട് പഴയ കാരവൻസ് യൂസ് ചെയ്യുന്നതുണ്ട്. അപ്പൊ അതിൽ നിന്ന് പല അപകടങ്ങൾ സംഭവിക്കാം. എൻ്റെ സെറ്റിൽ തന്നെ അങ്ങനെ ഒരു ദുരനുഭവം സംഭവിച്ചേനെ. അതിൽ നിന്ന് ജസ്റ്റ് മിസ്സായിരുന്നു. അപ്പോൾ കാർബൺ മോണോക്സൈഡ് എസിയുടെ വെന്റിൽ നിന്ന് പുറത്തു വരികയും 2 ആർട്ടിസ്റ്റ് അതിൻ്റെ ഉള്ളിലിരിക്കുകയും അവരെ ആ സമയത്ത് ഒരു ഷോട്ടിന് വിളിച്ചത് കൊണ്ട് അവർ രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇങ്ങനെയുള്ള പല ഇൻസിഡൻസും പല സെറ്റുകളിലും നടക്കുന്നത് ഇത് മാത്രമല്ല. ഇപ്പം നമ്മൾ ഒരു സ്ത്രീക്കൊരു വിഷയം ഉണ്ടായാൽ, ഒരു ലൈംഗിക ചൂഷണം ഉണ്ടായാൽ, അല്ലെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ആരോട് പറയണം എന്ന് പോലും അറിയില്ല. ആരോട് ഇപ്പൊ IC കമ്മിറ്റി ഉണ്ടെന്ന് പറയുന്നു. IC കമ്മിറ്റി ആരാണ് എന്താണ് എന്നൊന്നും ഒരു പിടുത്തവും ആർക്കും സെറ്റിലില്ല. ഈ യൂണിറ്റ് വണ്ടിയുടെ ബാക്കിലും അല്ലെങ്കിൽ കോസ്റ്റ്യൂം വണ്ടിയുടെ ബാക്കിലൊക്കെ കൊണ്ട് ഇവരുടെ നമ്പറും പേരും വെച്ചുകൊണ്ട് ആരും അറിയാൻ പോകുന്നില്ല. പിന്നെ ഉണ്ടെങ്കിൽ തന്നെ ഇപ്പൊ IC കമ്മിറ്റി ഉണ്ടെങ്കിൽ തന്നെ IC കമ്മിറ്റിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. കാര്യം അസിസ്റ്റന്റ് ഡയറക്ടേഴ്സും ഡയറക്ടറും പ്രൊഡക്ഷൻ കൺട്രോളറും പോലെയുള്ള ആളുകളാണ് ഈ IC കമ്മിറ്റിക്കകത്ത് ഇരിക്കുന്നത്. അവരോട് പോയി എങ്ങനെ ഒരു സ്ത്രീ പോയി അവരുടെ വിഷമം പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇത് കറക്റ്റായിട്ട് എത്തേണ്ടവിടത്ത് എത്തുമോ, അല്ലെ ഇതിനൊരു പരിഹാരം ഉണ്ടാവുമോ എന്ന് എങ്ങനെ ഉറപ്പുവരുത്താനായിട്ട് സാധിക്കും? ഒരിക്കലുമില്ല. അപ്പോൾ അവർക്ക് അതിനൊരു പരിഹാരം കിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് തുറന്നു പറഞ്ഞതിന്റെ പേരിൽ അവർക്ക് അതിന്റെ പ്രത്യാഘാതം ഉണ്ടാവുകയും ചെയ്യും. അത് ഭയന്ന് ഒരു സ്ത്രീകളും മുന്നോട്ട് വരില്ല. പൊതുപ്രശ്നം മാത്രമല്ല, ഇപ്പം എനിക്കും അനുഭവങ്ങൾ ഉള്ളത് കൊണ്ടാണല്ലോ ഞാനിങ്ങനെ മുന്നോട്ട് വന്ന് സംസാരിക്കുന്നത്. അതേപോലെയുള്ള മറ്റ് സ്ത്രീ നിർമ്മാതാക്കൾക്കും ഒരുപാട് മെന്റൽ ഹരാസ്മെന്റ് സെറ്റുകളിൽ നിന്ന് ഉണ്ടാവാറുണ്ട്. കൂടാതെ ഇപ്പം ഈ പറയുന്ന കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ ഒരു സ്ത്രീ നിർമ്മാതാവ് അവർക്ക് ഒരു ദുരനുഭവം അവിടെ ഷെയർ ചെയ്തപ്പോൾ അത് വളരെ തമാശ രൂപേണയാണ് മറ്റ് പുരുഷ നിർമ്മാതാക്കൾ അതിനെ കണ്ടത്. അത് തന്നെ നമുക്ക് ഏൽക്കുന്നൊരു പ്രഹരമാണ്. എങ്ങനെ നമ്മളൊരു കാര്യം മുന്നോട്ട് വന്ന് സംസാരിക്കും, അത് നമ്മൾ അനുഭവിച്ച ട്രോമ എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് ഒരു പുരുഷൻ ഒരിക്കലും സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന അസോസിയേഷൻസിന്റെ എല്ലാം തലപ്പത്ത് സ്ത്രീകൾ വരണം. സ്ത്രീ സംവരണം ഉറപ്പാക്കണം എല്ലാ സംഘടനയിലും. എനിക്ക് മുഖ്യമന്ത്രിയോട് പറയാനുള്ളത് ഇതാണ്. ഈ സംഘടനകളെല്ലാം വർക്ക് ചെയ്യുകയാണെങ്കിൽ കുറച്ചു പേരുടെ മാത്രം കൈകളിൽ ഇരിക്കാതെ ഇതെല്ലാവർക്കും അതിനുള്ള സ്പേസ് ഉണ്ടാക്കാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക. കൂടാതെ സ്ത്രീകൾ ഈ പറയുന്ന എല്ലാ സംഘടനകളുടെയും തലപ്പത്തേക്ക് വന്നെങ്കിൽ മാത്രമേ ഇവിടെ ഒരു മാറ്റം സംഭവിക്കുകയുള്ളൂ. അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. കാര്യം ഒരു കാര്യം മാത്രം
കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന് ഇത്രയും ദിവസമായിട്ടും മിണ്ടാതിരുന്ന സംഘടന നിവിൻ ഒരു പ്രശ്നം വന്നപ്പോഴേക്കും മണിക്കൂറുകൾക്കകം പത്രക്കുറിപ്പ് ഇറക്കി. അത് സ്ത്രീകളുടെ വിഷയത്തിൽ ഇത്രയും ഒരു ആർജവം കാണുന്നില്ല. ഹൈക്കോടതി വളരെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറാൻ പറഞ്ഞിട്ടുണ്ട്. അതെ, സ്വാഭാവികമായിട്ട് ഈ റിപ്പോർട്ടിൽ എന്തെങ്കിലും ക്രൈമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരാമർശിക്കുന്നുണ്ടെങ്കിൽ കേസെടുക്കേണ്ടി വരും. തീർച്ചയായിട്ടും കേസെടുക്കണം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ മൊഴി നൽകിയ ആളുകളൊക്കെ ഈ ഒരു തുടർ അന്വേഷണവുമായി സഹകരിക്കുമെന്ന് കരുതുന്നുണ്ടോ? അങ്ങനെ സംശയമാണ്. കാരണം എല്ലാവർക്കും ഭയമായിരിക്കും. കാര്യം ഏറ്റവും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ളൊരു ഇൻഡസ്ട്രിയാണിത്. മാത്രമല്ല സർക്കാർ ലെവലിലാണെങ്കിൽ പോലും ഭയങ്കരമായ ഇൻഫ്ലുവൻസ് ഉള്ള ഒരു ഇൻഡസ്ട്രി ആയതുകൊണ്ട് തന്നെ പൊതുവെ സ്ത്രീകൾക്ക് ഭയമായിരിക്കും മുന്നോട്ട് വന്ന് അതിന് പിന്നാലെ പോകാനും അതിന് പിന്നാലെ കേസുമായിട്ട് നടക്കാനും ഒക്കെ പേടി. അതുകൊണ്ടായിരിക്കുമല്ലോ അങ്ങനൊരു പുറത്ത് വരില്ല എന്ന് ഉറപ്പുള്ളൊരു സ്ഥലത്ത് വന്ന് കാര്യങ്ങൾ തുറന്നു പറയാനായിട്ട് അവർ തയ്യാറായത്. ഇനി അവർ കേസുമായി മുന്നോട്ട് പോവോ എന്ന് എനിക്കറിയില്ല, പക്ഷെ മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഇനി നിങ്ങൾക്ക് സംഭവിച്ചത് നിങ്ങളുടെ മക്കൾക്ക് സംഭവിക്കാതിരിക്കട്ടെ, അതിനുവേണ്ടി നിങ്ങൾ അതിനുവേണ്ടി ശക്തമായി പ്രതികരിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇങ്ങനെ പല വ്യാജ പരാതികളാണ് പലതും വരുന്നത് എന്നൊരു നിലപാടാണ് അസോസിയേഷൻ എടുത്തത്. അത് നമ്മൾ കരുതിയിരിക്കണം. ആ അഭിപ്രായമാണോ താങ്കൾക്കുള്ളത്? വ്യാജ പരാതിയാണെന്നുള്ളത് നമുക്ക് ആദ്യം തന്നെ എങ്ങനെ പറയാൻ പറ്റും? അത് അന്വേഷിച്ച് കഴിഞ്ഞിട്ടല്ലേ വ്യാജമാണോ അല്ലയോ എന്നുള്ളത് പറയാൻ പറ്റുള്ളൂ. ഒരു സ്ത്രീക്ക് എങ്ങനെ തെളിവുകൾ നിരത്താനായിട്ട് പറ്റും? ഇപ്പോൾ ഒരാൾ കയറി, ഇപ്പോൾ ക്യാമറ മുന്നിൽ ഇരിക്കുകയാണെങ്കിൽ ഒരാൾ കയറി പിടിച്ചാൽ നമുക്ക് കാണാൻ പറ്റും. അതല്ലാത്ത സമയങ്ങളിൽ ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ ഒരു നിർമ്മാതാവ് അവർക്കുണ്ടായ ഒരു ദുരനുഭവം പറഞ്ഞത് ഒരു കാറിൽ വെച്ചിട്ട് അവരോട് മോശമായി പെരുമാറുന്നിടത്ത് എങ്ങനെ ഇതിന് തെളിവ് കാണിക്കാനായിട്ട് പറ്റും? ഇപ്പൊ പുറത്തു വരുന്ന ഈ വെളിപ്പെടുത്തലുകളും കാര്യങ്ങളും ഒന്നും അങ്ങനെ വെറുതെ പറയുന്നതായിരിക്കില്ല, എല്ലാം ജനുവിൻ ആയിരിക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. തീയില്ലാതെ പുകയുണ്ടാവില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ പവർ ഗ്രൂപ്പിന്റെ ഒരു പ്രധാന വ്യക്തി എന്ന് പറയുന്നത് സുരേഷ് കുമാർ ആണെന്ന് കരുതുന്നു. ഞാനങ്ങനെ കരുതുന്നില്ല. എനിക്കറിയില്ല, അതിനെക്കുറിച്ച് എനിക്കറിയില്ല. പവർ ഗ്രൂപ്പുണ്ട്, അത് ഒരാളോ രണ്ടാളോ മൂന്നാളോ അല്ല. അതിനകത്ത് ഒരുപാട് ആളുകളുണ്ട്. സജീവമായി സിനിമ ചെയ്യുന്ന ആളുകളായിരിക്കാം. അവർക്ക് സിനിമകൾ കൂടുതലായിട്ട് കിട്ടും, അവർക്ക് സിനിമകൾ വിൽക്കാനായിട്ട് പറ്റും, അവർക്ക് സിനിമയിൽ കൂടുതൽ അവസരങ്ങൾ കിട്ടും. ബാക്കിയുള്ളവർക്കൊന്നും അത് കിട്ടില്ല. അപ്പൊ അവര് ഈ പണ്ട് ചിലപ്പം ഈ ഗ്രൂപ്പിന്റെ ഭാഗമല്ലാത്ത ആൾക്കാരും ഇന്ന് അതിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നത് അവരുടെ നിലനിൽപ്പിന്റെ ഭാഗമാണ്. പലപ്പോഴും അവഗണന പറയുന്നു, അങ്ങനെ പ്രവർത്തിക്കുന്നത് പറയുന്ന നടന്മാർ അവരെല്ലാം മുതിർന്ന നടന്മാരാണോ, സീനിയർ നടന്മാരാണോ, താരങ്ങളാണോ? അവഗണന എന്ന് പറഞ്ഞു അല്ല, അത് പലരും വൈകി വരും. അതിപ്പോ ഒരു ഫാഷനായി മാറി എന്നുള്ളതാണ്. ഇപ്പൊ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ്. ഏറ്റവും അവസാനം വരിക, ഒരു സമയം പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞൊരു 2 മണിക്കൂർ കഴിഞ്ഞ് വരിക എന്നുള്ളതൊരു ഫാഷനായി മാറി. മറ്റുള്ളവരുടെ സമയത്തിന് വില കൽപ്പിക്കാതിരിക്കുക, ഞാനാണ് വലുത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പലരും താമസിച്ചു വരുന്നത് ഒരു പതിവാക്കിയേക്കാണ് ഇപ്പൊ സെറ്റിൽ. ഏതാണ്ട് എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ്. വളരെ കുറച്ച് സമയം മാത്രം. നമുക്ക് ഓഫീസ് ടൈമിംഗ് എന്ന് പറയുന്നത് 9 to 5 ആണെന്നെങ്കിലും പറയാം. ഇത് അത്രയും പോലും വർക്ക് ചെയ്യാത്ത ആളുകൾ ഇപ്പം സിനിമയിലുണ്ട്. അപ്പം ഇത്രയും പൈസ ഇറക്കുന്ന ഒരു ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ ഒരു നിസ്സഹകരണം, അവരോട് ജനങ്ങൾ കാണിക്കുന്ന സ്നേഹത്തിനെയാണ് അവർ ചൂഷണം ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ മാത്രമല്ല, എല്ലാ സംഘടനയിലും ഒരു പൊളിച്ചെഴുത്ത് വേണം. നിങ്ങൾ എടുത്തു നോക്കിക്കോളൂ. എല്ലാ സംഘടനയിലും, ചേംബർ ആണെങ്കിലും, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ ആണെങ്കിലും, എക്സിബിറ്റേഴ്സ് ആണെങ്കിലും, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ആണെങ്കിലും, ഈ പറയുന്ന ഒരു സംഘടനയിലും ഒരു സ്ത്രീ പോലും ഇല്ല. അവിടെ ഒരു പരിപാടി നടന്നു കഴിഞ്ഞാൽ ഒരു പൂ കൊടുക്കാൻ പോലും ഒരു സ്ത്രീയെ സ്റ്റേജിലേക്ക് വിളിക്കാറില്ല. അത്രയും പുച്ഛത്തോടു കൂടി മാത്രമാണ് സ്ത്രീകളെ അവിടെ കാണുന്നത്. നമ്മളെ കാണുമ്പോൾ ചിരിച്ചു കാണിക്കുന്നു, സ്നേഹം കാണിക്കുന്നു എന്ന് പറയുന്നത് ഒരു ജോലിക്കാരോട് കാണിക്കുന്ന ഒരു സഹതാപം അല്ലെ ഒരു അനുതാപം പോലെ മാത്രമാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. നമ്മളെ അംഗീകരിക്കണം. നമ്മളും അവരെ പോലെ തന്നെ സിനിമ ചെയ്ത് ഒറ്റയ്ക്ക് സിനിമ ചെയ്ത് സിനിമയിലേക്ക് വന്ന ആളുകളാണ്. അത് അങ്ങനെ തന്നെ അംഗീകരിച്ചേ പറ്റുള്ളൂ. ഈ WCC കഴിഞ്ഞ 2 ദിവസമായി ഓരോരോ നിർദ്ദേശങ്ങൾ മുന്നോട്ട് പോകുന്നത്, അത് എങ്ങനെയാണ്? സ്വാഗതാർഹമാണ്. അത് ഇപ്പം ഞാൻ WCCയുടെ ഭാഗമല്ല, അതുകൊണ്ട് തന്നെ ഞാൻ അത് കണ്ടിട്ടില്ല. എന്തൊക്കെയാണ് അവർ പറഞ്ഞേക്കുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ കണ്ടിട്ടില്ല. കുറച്ചൊക്കെ കണ്ടിട്ട് ഇപ്പം WCC ആണ് ഇതിനൊരു മാറ്റം കൊണ്ടുവന്നത്. ഇതിവിടെ ഇപ്പം ഞാൻ ഈ മുന്നോട്ട് വന്ന് പറയാൻ തന്നെ
എനിക്കൊരു സ്പേസ് ഉണ്ടാക്കി തന്നതും WCC ആണ്. അപ്പോൾ അതിനവർ അംഗീകരിച്ചേ പറ്റുള്ളൂ. ഇന്നിപ്പോൾ അവർ മുഖ്യമന്ത്രിയെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് ഇവിടെ വരട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത്. ഇതൊരിക്കലും ഈ ഇപ്പോൾ തുറന്നു പറച്ചിലുകൾ കൊണ്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന ഈ ആരോപണങ്ങൾ കൊണ്ടോ ഒന്നും ഈ ഇൻഡസ്ട്രി ഇല്ലാതായി പോകാൻ പോകുന്നില്ല. എല്ലാവരും പറഞ്ഞു പേടിപ്പിക്കുന്ന ഒരു കാര്യം അതാണ്. ഇൻഡസ്ട്രി നശിപ്പിക്കരുത്, ഇല്ലം ചുടരുത് എന്നൊക്കെ എല്ലാവരും പറയുന്നു. ഒരിക്കലും അതല്ല സംഭവിക്കാൻ പോകുന്നത്. ഇവിടെ ഒരു പ്യൂരിഫിക്കേഷൻ പ്രോസസ്സാണ് നടക്കുന്നത്. നല്ലത് നിലനിൽക്കട്ടെ, ഈ ഇൻഡസ്ട്രി ഒരു നല്ല ഇൻഡസ്ട്രിയായി മാറട്ടെ, എല്ലാവർക്കും വരാൻ പറ്റുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും സിനിമയിൽ വരാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും വരാൻ പറ്റുന്നൊരു ഇടമായി മാറട്ടെ സിനിമ.